ഇനി നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫണ്ട്സിൻ്റെയും നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നതാണ് ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സിൻ്റെ ബ്രൗഷർ. സോ ക്വാണ്ടം എത്തിക്കൽ ഫണ്ട്സ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനീസ്. ലൈക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്ത ഇതിൻ്റെ എക്സിറ്റ് ലോഡ് പറയുവാണെങ്കിൽ 10% ഓഫ് ദ യൂണിറ്റ്സിന് ബിഫോർ 365 ഡേയ്സിന് ഒന്നുമില്ല. ബാക്കി 90 യൂണിറ്റ്സിന് നമുക്ക് 1% കൊടുക്കണം. പിന്നെ 365 ഡേയ്സിന് ശേഷം അതിൽ നില്ലാണ്, ലൈക്ക് നോ എക്സിറ്റ് ലോഡ്. പിന്നെ ഇൻഡസ്ട്രി അലോക്കേഷനാണ് തൊട്ട് താഴെ കാണിക്കുന്നത്. ലൈക്ക് ഇതുണ്ടോ, ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് IT, അത് കഴിഞ്ഞിട്ട് ഓട്ടോമൊബൈൽസ്, പിന്നെ ബാക്കി വരുന്ന സെക്ടേഴ്സുകളൊക്കെയാണ് താഴെ കാണുന്നത്. ഇനി നമുക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് നോക്കാം. സോ ഇതിൽ ഫാക്ട് ഷീറ്റിലും സെയിം ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് കമ്പനീസിൻ്റെ സ്റ്റോക്സാണ് ഹോൾഡ് ചെയ്യുന്നതെന്നും അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, ഓട്ടോ കമ്പോണൻറ്റ്സ്, അങ്ങനെ കുറേ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എക്സിറ്റ് ലോഡ് വരുന്നത് 0.5% ബിഫോർ 90 ഡേയ്സ്, പിന്നെ അതിനുശേഷം നിൽ. സെക്ടർ അലോക്കേഷൻ നോക്കുന്ന സമയത്ത് മറ്റതിൻ്റെ നോക്കിയതേപോലെ തന്നെ IT-ലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, പിന്നെ ഹെൽത്ത് കെയർ, പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്യൂമബിൾ ഫ്യൂൽസ്. സോ സെക്ടർ അലോക്കേഷൻസ് ഒക്കെ നോക്കുന്നതനുസരിച്ച് ഇവരുടെ NAV വാല്യൂസിൽ വരുന്ന വേരിയേഷൻസ് എന്തായാലും നമുക്ക് കാണാൻ പറ്റും. ഈ അലോക്കേഷൻസ് ഒക്കെ വെച്ച് നമുക്ക് എത്രമാത്രം ഓവർലാപ്പ് വരുന്നു എന്ന് ഏറെക്കുറെ മനസ്സിലാക്കും. നിങ്ങൾക്ക് ആരെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വല്ല ഗൈഡൻസോ ക്വറീസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓൾസോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കിടപ്പുണ്ട്. ആ വഴി നിങ്ങൾക്ക് ഞങ്ങളോട് ചാറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ക്വറീസ് ചോദിക്കാം.